ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ 14th ലോക്സഭ ഇലക്ഷൻ കൺവീൻഡ് ഇൻ ദി ഇയർ. നമുക്കറിയാം ഓരോ ലോക്സഭ ഇലക്ഷൻ, ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ മുതൽ പല ലോക്സഭ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. 80s ആകമാനം 10 വർഷത്തിനിടയ്ക്ക് 5 ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ലോക്സഭ ഇലക്ഷൻസ് നടക്കുമ്പോൾ അത് 14ാമത് ലോക്സഭ ഇലക്ഷൻ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 14ാമത്തെ ലോക്സഭ ഇലക്ഷൻ ഇതിനകത്ത് ഏതാണ്? 2009-ലെയാണോ, 2004-ലെയാണോ, 2014-ലെയാണോ, 2001-ലെയാണോ എന്നാണ് ചോദ്യം. ആൻസർ 2004-ലെയാണ് 14ാമത്തെ ലോക്സഭ ഇലക്ഷൻസ്. അപ്പൊ 2009-ലേക്ക് വരുമ്പോൾ അത് 15 ആവും, 2014-ലേക്ക് വരുമ്പോൾ 16, 2019-ലേക്ക് വരുമ്പോൾ 17. ഈ വർഷത്തെ 2024 നടക്കാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻസ് 18ാമത്തെ ലോക്സഭ ഇലക്ഷൻസ്. അപ്പൊ നമുക്ക് 2024-ൽ 18th ലോക്സഭ ഇലക്ഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Tomorrow we shall be fight for the slavery from the slavery of British domination, but at midnight India will be partitioned. Tomorrow will thus be the day of rejoicing as well as mourning. Who made the above statement? ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് നാളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് തുറക്കും. അപ്പോൾ നമ്മൾ ഒരേ സമയം സന്തോഷിക്കുകയും അതേസമയം സങ്കടപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സാദത്ത് ഹസൻ മന്തോ, DK ബറുവ. അപ്പോ 4 ഓപ്ഷൻസ് ആണുള്ളത്. DK ബറുവയാണോ, സാദത്ത് ഹസൻ മന്തോയാണോ, ജവഹർലാൽ നെഹ്റു ആണോ, മഹാത്മാഗാന്ധിയാണോ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. 1947 ഓഗസ്റ്റ് 14-നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞപ്പോൾ ഗാന്ധിജി കൽക്കത്തയിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്കറിയാം, ഇന്ത്യ പാർട്ടീഷൻ ചെയ്യപ്പെട്ടപ്പോൾ 10 ലക്ഷത്തിലധികം ആളുകളാണ് പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ സമയത്ത് കൊല്ലപ്പെടുന്നതും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനായിട്ടാണ് 2 പാകിസ്ഥാൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശ് ഭാഗമാണ്. അപ്പോൾ അവിടെ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ള അവസ്ഥയിൽ അവിടുത്തെ കാര്യങ്ങൾ മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം ഗാന്ധിജി ഒരാഴ്ചക്ക് മുമ്പ് ഗാന്ധിജി കൊൽക്കത്തയിലേക്ക് പോകുന്നുണ്ട്. നവഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി പോകുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. 1947 ഓഗസ്റ്റ് 14-നാണ്, സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസമാണ് ഗാന്ധി ഇത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൊറാർജി ദേശായി. ഒരു 4 പേഴ്സണാലിറ്റീസിന്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സെക്കൻഡ് കോളത്തിനകത്ത് ഇവർ വഹിച്ചിരുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ്, പൊസിഷൻസും അത് അദ്ദേഹം പൊസിഷൻസ് വഹിച്ചിരുന്ന വർഷത്തിന്റെയും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ വെച്ചിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. എ മൊറാർജി ദേശായി. മൊറാർജി ദേശായി നമുക്കറിയാം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ല, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു 1967 മുതൽ 69 വരെ. 67 മുതൽ 69 വരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആവുന്നുണ്ട്. 1967 to 69 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. അടുത്തത് B4 നമുക്ക് നോക്കാം. ജഗ്ജീവൻ റാം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1977 മുതൽ 79 വരെ ആയിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. മൂന്നാമത് ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു 1979 മുതൽ 1980 വരെ. ജൂലൈ 1979 മുതൽ ജനുവരി 1980 വരെ. ജെ സി ഷാ ആണ് ഈ കൂട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആവാത്ത ഒരാൾ. അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ജെ സി ഷാ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഈ മാച്ച് ഫോളോയിങ്ങിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാത്സ് ഫോളോയിങ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ലിസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ആണ്. സെക്കൻഡ് ലിസ്റ്റിൽ അതിന്റെ കോൺസിക്വൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ അല്ലെങ്കിൽ ഒരു കുറെ കോൺസെപ്റ്റ്സ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഗ്ലോബലൈസേഷൻ അതിന് എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിതിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. ഇറോഷൻ ഓഫ് സ്റ്റേറ്റ് കപ്പാസിറ്റി. ഗ്ലോബലൈസേഷന്റെ ഒരു ക്രിട്ടിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇറോഷൻ ഓഫ് സ്റ്റേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. രാജ്യം കൂടുതൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയി. അപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന അതോറിറ്റി മാർക്കറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പം അത് എന്താണ് അതിന്റെ ഒരു കോൺസിക്വൻസസ് എന്ന് നോക്കിയാൽ അത് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആണ്. അത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അതിന്റെ പവറിനെ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റിയെ അതിന്റെ അതോറിറ്റി കുറയുന്നുണ്ട്. അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാം. പ്രൈമറിലി ഒരു പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആണ്. ഇൻക്രീസ് റോൾ ഓഫ് IMF ആൻഡ് WTO, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ റോൾ അധികരിച്ചു എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി ഒരു എക്കണോമിക്കൽ കോൺസിക്വൻസസ് ആണ്. ഇപ്പം ഗ്ലോബലൈസേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന രാജ്യങ്ങൾ അവരുടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കണോമിക് സിറ്റുവേഷൻസ് പ്രാധാന്യം അധികരിക്കുന്നു. അപ്പോൾ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ആയിരുന്നു അത്. മൂന്നാമത്തത് ഇന്റർനെറ്റ് എന്ന് പറയുന്നതാണ്. ഇന്റർനെറ്റ് എന്താണ്, ഏത് കോൺസിക്വൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്റർനെറ്റ് ഒരു ടെക്നോളജിക്കൽ കോൺസിക്വൻസ് ആണ് പ്രൈമറിലി. അത് ബാക്കി എക്കണോമിക്കലും പൊളിറ്റിക്കലും കൾച്ചറിലൊക്കെ ആണ്, പക്ഷെ പ്രൈമറിലി അതൊരു ടെക്നോളജിക്കൽ കോൺസിക്വൻസ് ആണ്. നാലാമത്തത് ഹെട്രോജനൈസേഷൻ. അപ്പോൾ ഒബ്വിയസ്ലി വരുന്നത് കൾച്ചറൽ കോൺസിക്വൻസ് ആണ്. ഹെട്രോജനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒരു രാജ്യം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഒരു ഹെട്രോജനസ് മിക്സ്ചർ ആണ്. ഇന്ത്യ ഒരു ഹോമോജനസ് കൺട്രി അല്ല. പല കൾച്ചർ ഉണ്ട്, പല ഭാഷകളുണ്ട്, പല ലാംഗ്വേജ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്, ഫുഡ് കൾച്ചർ ഉണ്ട്. അപ്പോൾ ഒരു ഹെട്രോജനസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു സാധനം. അപ്പൊ ഗ്ലോബലൈസേഷൻ കാരണം രാജ്യങ്ങൾ ഓപ്പൺ ആയപ്പോൾ ഈ പറയുന്ന കൾച്ചറൽ ഇന്ററാക്ഷൻസ് ഒക്കെ അധികരിക്കുന്നുണ്ട്. ഫുഡ് ആയാലും അതുപോലെ തന്നെ സ്പോർട്സ് ആയാലും അല്ലെങ്കിൽ പിന്നെ കൾച്ചർ ആയാലും സിനിമ ആയാലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഹെട്രോജനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ കോൺസിക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ? ചെയർമാൻ ഓഫ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ നമുക്കറിയാം ഇന്ത്യയുടെ പറയുന്ന പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതായത് റിസർവേഷന്റെ ഒക്കെ പൈനിയറിംഗ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ആയിരുന്നു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ. അപ്പോൾ ഇതിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് ആണുള്ളത്. BP മണ്ഡൽ, കാഞ്ചിറാം, HD ദേവഗൌഡ, BP സിംഗ്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് ഒരു ക്ലൂ കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇയാളുടെ പേരിലാണ് ഈ കമ്മീഷൻ അറിയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ പേരിലാണ് പിന്നീട് വളരെ പ്രധാനമുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് BP മണ്ഡലാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ പ്രാധാന്യമുള്ളൊരു ഒരു ഫീറ്റ് ആയിരുന്നു ഇന്ത്യയുടെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ. അപ്പോൾ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷന്റെ ഹെഡ് എന്ന് പറയുന്നത് BP മണ്ഡലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റ് ഹു പ്രൊക്ലെയിംഡ് എമർജൻസി 1975. നമുക്കറിയാം ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയ ശേഷം ഇന്ദിരാഗാന്ധി എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. 1975 മുതൽ 77 വരെ 20 മാസത്തോളം കാലമായിരുന്നു ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കാതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഇത് ഓർഡർ ചെയ്യുന്നതെങ്കിലും പക്ഷെ ഈ പറയുന്ന ഓർഡർ ആയിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ആ കാലത്ത് 75 ആരായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നാണ് ചോദ്യം. 4 ഉത്തരം: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ലാൽ ബഹദൂർ ശാസ്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, BB ഗിരി. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് 1975 ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഇയർ വാസ് ദ സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് ക്രിയേറ്റഡ്?
നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്. ആ നാഗാലാൻഡ് ഏത് വർഷമാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. 1963, 1972, 1987, 1980 4 വർഷങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വർഷമാണ് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1963 ഉണ്ടാവുന്നത്. ആസാമിൽ നിന്നാണ് നാഗാലാൻഡ് ഫോം ചെയ്തത്. നോർത്ത് ഈസ്റ്റിലുള്ള മിക്ക സംസ്ഥാനങ്ങളും ആസാമിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. 1963 ഏത് ഫോം ചെയ്യുന്നത്? നാഗാലാൻഡ് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഹെയിൽഡ് ദ എമർജൻസ് ഓഫ് ദ ന്യൂ വേൾഡ് ഓർഡർ? ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് അത് ഒരു ഇൻസിഡന്റിന് ശേഷമാണ്, പർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷമാണ് ഉണ്ടാവുന്നത്. ആ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു 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 അമേരിക്കൻ ഒരു ഐഡിയ ആയിരുന്നു ന്യൂ വേൾഡ് ഓർഡർ. അതിന്റെ എമർജൻസിന് വേണ്ടിയിട്ട് അതിനെ ആരാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്? ആരുടെ കാലത്തിലാണ് എന്ന് ചോദിച്ചത്. ഇപ്പൊ 4 അമേരിക്കൻ പ്രസിഡന്റ്സിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ജോർജ് ബുഷ്, ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, ജിമ്മി കാർട്ടർ. 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ജോർജ് ബുഷ് ആണ്. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഐഡിയയെ ഹെയിൽ ചെയ്ത, പൈനിയർ ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ്. ഓക്കെ, അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാത്സ് ഫോളോയിങ് ആണ്. ഇത് നേരത്തെ ചോദിച്ചൊരു ചോദ്യമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഒരു കുറെ സംസ്ഥാനങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങൾ പിന്നീട് ഫോം ചെയ്തതാണ്. മുമ്പുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഫോം ചെയ്തതാണ്. അപ്പൊ ഇത് ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന പേരുള്ള സംസ്ഥാനം ഫോം ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പം ഫസ്റ്റ് ലിസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ്, ഇപ്പോ ആ സംസ്ഥാനങ്ങളുടെ പേര്. ഒറിജിനൽ സ്റ്റേറ്റ് സെക്കൻഡ് ലിസ്റ്റ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ ഗുജറാത്ത്, ഹരിയാന, മേഘാലയ, ഛത്തീസ്ഗഡ്. സെക്കൻഡ് ലിസ്റ്റിൽ പഞ്ചാബ്, ആസാം, ബോംബെ, മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് ഫോളോയിങ് ആണ്. കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഗുജറാത്ത് സംസ്ഥാനം ഫോം ചെയ്യുന്നത് ബോംബെയിൽ നിന്നാണ്. ഹരിയാന സംസ്ഥാനം ഫോം ചെയ്യുന്നത് ഹരിയാനയുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബും ഹരിയാനയ്ക്കും ഒരേ ക്യാപിറ്റൽ കൂടിയാണല്ലോ, അപ്പോൾ അത് കണക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. മേഘാലയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മേഘാലയ ഇതിൽ നോർത്ത് ഈസ്റ്റിലുള്ള മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. അപ്പോൾ ആസാമിൽ നിന്നാണ് മേഘാലയ ഫോം ചെയ്യുന്നത്. 4ാമത്തെ ഓപ്ഷൻ ഛത്തീസ്ഗഡ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ 4 മധ്യപ്രദേശിൽ നിന്നാണ് ഛത്തീസ്ഗഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. A3, B1, C2, D4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഒരു മാത്സ് ഫോളോയിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് കുറെ ഐഡിയാസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ പേര് അല്ലെങ്കിൽ ഇൻസിഡൻസിന്റെ പേര് വന്നിട്ടുണ്ട്. സെക്കൻഡ് ലിസ്റ്റിൽ അതിനോട് കണക്ട് ആവുന്ന 4 മറ്റ് ഐഡിയാസും പറയുന്നു, വർഷങ്ങളും ഡേറ്റ്സ് എല്ലാം പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ മാത്സ് ഫോളോയിങ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ ബി ആണ്. A1 ന്യൂ വേൾഡ് ഓർഡർ. ന്യൂ വേൾഡ് ഓർഡർ ജോർജ് ബുഷ് ജൂനിയർ ആണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തത്. ഓപ്ഷൻ ബി ഗ്ലോബൽ വാർ ഓൺ ടെറർ. ഗ്ലോബൽ വാർ ഓൺ ടെറർ അത് സെപ്റ്റംബർ 11, 2001 കണക്ട് ചെയ്യുന്നു. കാരണം നമുക്കറിയാം 9/11 അറ്റാക്സ്, അൽ ഖൈദ വേൾഡ് ട്രേഡ് സെന്റർ ടവേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം അതിനോടുള്ള എതിർപ്പ് എന്ന രീതിയിൽ അമേരിക്ക പിന്നീട് അതിനോട് ഒരു ബന്ധമില്ലാത്ത വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ വാർ ഓൺ ടെറർ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇറാഖിലേക്ക് ഓയിൽ വെൽത്തിനെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ പറയുന്ന ഇതിന്റെ പേരിൽ ഗ്ലോബൽ വാർ ഓൺ ടെററിന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇൻവേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പം അതിന് കാരണമായ ഇൻസിഡന്റ് 9/11 അറ്റാക്സ് ആണ്. 11 സെപ്റ്റംബർ 2001 വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അറ്റാക്കാണ്. അൽ ഖൈദയാണ് നടക്കുന്നത്. അപ്പോൾ അൽ ഖൈദയായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യങ്ങളെയാണ് അമേരിക്ക പിന്നീട് ഇൻവേഡ് ചെയ്യുന്നത്. 3 താലിബാൻ റജീം. ആൻസർ അഫ്ഗാനിസ്ഥാനാണ് വരുന്നത്. താലിബാൻ ആയിരുന്നു
അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ താലിബാനിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക അവിടെ പോകുന്നുണ്ട്. അമേരിക്കക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പിന്നീട് അമേരിക്ക കഴിഞ്ഞ ട്രംപിന്റെ കാലത്ത്, കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന്റെ സമയത്ത് അമേരിക്ക താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ താലിബാൻ റെജീം പിന്നെയും റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോഴും താലിബാൻ റെജീമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം 19th March 2003 ആണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഈ പറയുന്ന ഗ്ലോബൽ വാർ ഓൺ ടെററിനെയൊക്കെ കൗണ്ടർ ഒരു ഓപ്പറേഷൻ ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഒക്കെ നടക്കുന്നത്.